ഞാൻ എപ്പോഴും പറയാറില്ലേ ബാവേട്ടൻ നായക്കുട്ടികൾക്കൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കുക പതിവുണ്ടെന്ന്. ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കിടക്കുന്നത് രണ്ടും നമ്മുടെ വണ്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ അടുത്ത് എപ്പോഴും ഒരു 5-6 നായ്ക്കളും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ ബാവേട്ടനെ കണ്ടതും 2 പേര് ഓടി വന്നു കേട്ടോ. ഒന്നിപ്പോൾ അവിടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇത് വണ്ടിയിൽ അച്ചുണ്ട്. അച്ചുവിനെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാവേട്ടൻ പോണതാണ് കേട്ടോ. അത് കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ബാവേട്ടൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കേണ്ട താമസം ദാ നമ്മുടെ സെക്യൂരിറ്റിക്കാർ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വണ്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ റോഡരികിൽ നിർത്തണത്. പക്ഷേ റോഡരികിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കുറേ സെക്യൂരിറ്റിക്കാരുണ്ട്, 5-6 പേരുണ്ട് എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് റസ്കോ ബ്രെഡോ പാലോ അങ്ങനെ 2 നേരം ഫുഡ് വാങ്ങി കൊടുക്കും കേട്ടോ. അങ്ങനെ നല്ലൊരു സ്നേഹമുള്ള ജീവികളാണ് കേട്ടോ. ബാവേട്ടനാണെങ്കിൽ ഈ നായ്ക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പൂച്ചക്കുട്ടികളെക്കാളും ഞാനിവിടെ പൂച്ചക്കുട്ടികളെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് ഓട്ടത്തിൻ്റെ ഇടയിൽ നായക്കുട്ടികൾക്ക് ഫുഡ് വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ ചെറിയ പട്ടിക്കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെയാണ് പാലൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക പതിവുണ്ട് കേട്ടോ. കണ്ടില്ലേ ഒരു വാലാട്ടിയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. ബാവേട്ടനെ കാണേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. അവർക്ക് എന്തൊരു സ്നേഹമാണെന്നറിയോ, ഓടി വരും.